യൂസഫ്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം അബു. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു അങ്കിൾ. ഇന്ന് ഞാൻ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞു തരട്ടെ? തീർച്ചയായും അങ്കിൾ, നമുക്ക് കഥ പറയാം. ബിസ്മില്ലാഹ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായിരുന്നു അബൂ ദർദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഉവൈമിർ ബിൻ സയ്യിദ് ബിൻ ഖൈസ് എന്നായിരുന്നു. അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലെ ഒരു കച്ചവടക്കാരനായിരുന്നു. ലളിതവും ദയാലുവുമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഒരു മുസ്ലിമായിട്ടായിരുന്നില്ല. എന്നാൽ ബദ്ർ യുദ്ധത്തിനു ശേഷം അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം എപ്പോഴും പ്രസംഗിച്ചിരുന്നത് ലോകത്തിൽ സമ്പത്തിനുള്ള അപ്രാധാന്യത്തിനെ കുറിച്ചായിരുന്നു. അൽഹംദുലില്ലാഹ്, അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അത് ശരിയാണ് മോനെ. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടർന്നിരുന്ന വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യം മഹനീയമായ അറിവ് കൊണ്ട് പരിജ്ഞാനമുള്ളതായിരുന്നു. ഒരിക്കൽ ഹസരത്ത് അബൂ ദർദ റളിയല്ലാഹു അൻഹു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ചെറുപ്പക്കാർ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതും വഴിയാത്രക്കാരെ നോക്കി നിൽക്കുന്നതും അദ്ദേഹം കണ്ടു. അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ, ഒരു മുസ്ലിമിന്റെ വിഹാര സ്ഥലം അവന്റെ വീടാണ്. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ഈ തെരുവോരത്തിരുന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവുക. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ പോലും അറിവ് നേടുന്നത് വരെ ഭക്തനാവുകയില്ല. കൂടാതെ ഒരാൾ നേടിയ അറിവ് പ്രയോഗിക്കാതെ അയാൾക്ക് ആസ്വദിക്കാനും കഴിയുകയില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വീട്ടിലേക്ക് വന്നു. അയാൾ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീടിനടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ചെറുതും ഒരാൾ പൊക്കത്തേക്കാൾ ഉയരം കുറഞ്ഞതുമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അബൂ ദർദ റളിയല്ലാഹു അൻഹു വളരെ പരിതാപകരമായ ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ സുഹൃത്തിന് വളരെയധികം വിഷമം തോന്നി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒരു ദരിദ്രനെ പോലെ ജീവിക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ വിഷമിക്കേണ്ട. ഇതൊരു താൽക്കാലിക ഭവനമാണ്. മറ്റൊരു സ്ഥലത്ത് ഞാൻ ഒരു മികച്ച വീട് പണിയുന്നുണ്ട്. അദ്ദേഹം ശാന്തമായി മറുപടി പറഞ്ഞു. സുഹൃത്ത് അത് ശരിയാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് മടങ്ങി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആ സുഹൃത്ത് അബൂ ദർദ റളിയല്ലാഹു അൻഹുയുടെ വീട്ടിൽ ചെന്നപ്പോൾ പഴയ അതേ അവസ്ഥയായിരുന്നു ആ വീട്. അങ്ങെന്താണ് പുതിയ ഭവനത്തിലേക്ക് താമസം മാറാത്തതെന്ന് സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു. അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അന്നുദ്ദേശിച്ച വീട് ഖബറായിരുന്നു. അദ്ദേഹത്തിന് അബൂ ദർദ റളിയല്ലാഹു അൻഹയുടെ മഹത്വം മനസ്സിലാവുകയും തനിക്ക് വലിയൊരു കാര്യം മനസ്സിലാക്കി തന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയും ചെയ്തു. അബൂ ദർദ റളിയല്ലാഹു അൻഹു തന്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു മനുഷ്യനെ അടിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ജനക്കൂട്ടത്തെ സമീപിച്ചപ്പോൾ അവർ ആ മനുഷ്യനെ ശകാരിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അദ്ദേഹം വളരെ സൗമ്യമായി അവിടെ കൂടി നിന്നിരുന്ന ആളുകളോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം അബൂ ദർദ, അവർ വളരെയധികം ബഹുമാനത്തോടു കൂടി പറഞ്ഞു. അദ്ദേഹം ശാന്തവും മൃദുലവുമായ ശബ്ദത്തിൽ അവരിൽ ഒരാളോട് ചോദിച്ചു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്നോട് പറയാമോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്തിനാണ് ഈ മനുഷ്യനെ അടിക്കുന്നത്? ഈ മനുഷ്യൻ നിയമത്തിനെതിരായി ഒരു കാര്യം ചെയ്തു. അവൻ വളരെ ഗുരുതരമായ കുറ്റമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത്. അയാൾ മറുപടി നൽകി. അബൂ ദർദ റളിയല്ലാഹു അൻഹു അവിടെ നിന്നിരുന്ന എല്ലാവരെയും നോക്കി ഒരു നിമിഷം നിശബ്ദമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ് പ്രിയപ്പെട്ട കുട്ടികളെ, ഈ മനുഷ്യൻ ഒരു കിണറിൽ വീണിരുന്നെങ്കിൽ ആ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ നിങ്ങൾ അയാളെ സഹായിക്കുമോ? ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും സഹായിക്കും. അപ്പോൾ അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ മനുഷ്യനെ അതേ വിധത്തിൽ കൈകാര്യം ചെയ്യണം. നിങ്ങൾ അവൻ ചെയ്ത പാപത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും കൂടാതെ അവനെ നേരായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നത് പോലെ എപ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് അയാളോട് വെറുപ്പില്ലേ?
അബൂ ദർദാ റളിയല്ലാഹു അൻഹു ശാന്തമായ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, ഞാൻ അവനെയല്ല, അവന്റെ പ്രവർത്തികളെ വെറുക്കുന്നു. അവൻ തന്റെ പാപപ്രവർത്തികൾ ഉപേക്ഷിച്ചാൽ അവൻ എന്റെ സഹോദരനായിരിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹുയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് പാപിയായ ആ മനുഷ്യൻ തന്റെ തെറ്റ് മനസ്സിലാക്കി കരയുകയായിരുന്നു. അവൻ പശ്ചാത്തപിക്കുകയും അതിനുശേഷം നല്ലൊരു ജീവിതം നയിക്കുകയും ചെയ്തു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് ഒരു വലിയ വ്യാപാരിയായിരുന്നു. എന്നാൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതിനു ശേഷം അദ്ദേഹത്തിന് കച്ചവടത്തിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. അദ്ദേഹം കൂടുതൽ സമയവും പ്രവാചകന്റെ കൂടെ ചിലവഴിക്കാനാണ് ആഗ്രഹിച്ചത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ കച്ചവടത്തിൽ താല്പര്യം കാണിക്കാത്തത്? പ്രവാചകനെ കണ്ടുമുട്ടുന്നതിനു മുൻപ് ഞാനൊരു വ്യാപാരിയായിരുന്നു. അതിനുശേഷം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീടുള്ള എന്റെ ജീവിതത്തിൽ കച്ചവടത്തോടൊപ്പം പ്രാർത്ഥനകളിലൂടെ ജീവിതം നയിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. എനിക്ക് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ കച്ചവടം ഒരു തടസ്സമാണെന്ന്. അതുകൊണ്ടാണ് എന്റെ കച്ചവടത്തിന് പകരം അള്ളാഹുവിനോട് അടുത്തു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. അദ്ദേഹം മറുപടി പറഞ്ഞു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ലൗകിക കാര്യങ്ങളിൽ നിന്നും കൂടുതൽ അകന്നിരുന്നു. വളരെ തണുപ്പുള്ള ഒരു രാത്രിയിൽ കുറച്ച് തീർത്ഥാടകർ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു തീർത്ഥാടകരോട് ആ രാത്രിയിൽ തന്റെ വീട്ടിൽ ചിലവഴിക്കാൻ ആവശ്യപ്പെട്ടു. അവർക്ക് ചൂടുള്ള ഭക്ഷണം നൽകി. പക്ഷേ ആ തണുപ്പത്ത് അവർക്കൊരു പുതപ്പ് നൽകിയില്ല. അവർ ഉറങ്ങാൻ പോകുമ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവർക്ക് പുതപ്പുകൾ നൽകിയില്ലെന്ന് അവർ മനസ്സിലാക്കി. തീർത്ഥാടകരിൽ ഒരാൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പുതപ്പ് ചോദിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മറ്റുള്ളവർ അയാളെ നിരുത്സാഹപ്പെടുത്തി. അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവുമെന്നും ശല്യപ്പെടുത്തരുത് എന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അയാൾ അത് വകവെക്കാതെ നേരെ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മുറിയിലേക്ക് ചെന്നു. എന്നാൽ അവിടെ അദ്ദേഹം കണ്ടത് അബൂ ദർദാ റളിയല്ലാഹു അൻഹുയും ഭാര്യയും ഒരു പുതപ്പ് പോലുമില്ലാതെ തറയിൽ കിടക്കുന്നതായിരുന്നു. അടുത്ത ദിവസം രാവിലെ അയാൾ നേരെ അബൂ ദർദാ റളിയല്ലാഹു അൻഹുയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഇത്രയും തണുപ്പുള്ള രാത്രിയിൽ ഒരു പുതപ്പ് പോലുമില്ലാതെ ഉറങ്ങിയത് എന്തുകൊണ്ടാണ്? ഒരു കച്ചവടക്കാരനായ അങ്ങയുടെ സമ്പത്തും പദവിയുമെല്ലാം എവിടെ? എന്റെ വിലയേറിയ എല്ലാ വസ്തുക്കളും ഞാൻ ഈ ഗ്രാമത്തിലെ മറ്റെല്ലാ വീടുകളിലേക്കും മാറ്റി. ആ വീടുകളിൽ ആവശ്യമായ എല്ലാ വസ്തുക്കളും ഞാൻ ശേഖരിക്കുന്നു. ഇവിടെ ഒരു പുതപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാനത് താങ്കൾക്ക് തരുമായിരുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ആദരവോടെ അദ്ദേഹത്തിന്റെ മുൻപിൽ തലകുനിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പൂർണ്ണമായി കച്ചവടത്തെ ഉപേക്ഷിച്ചിരുന്നില്ല. ലോകത്തിന്റെ ആഡംബരങ്ങളും പദവികളുമെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു. ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണവും ശരീരം മറക്കുന്നതിനു വേണ്ടിയുള്ള വസ്ത്രവും മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിന്. ഖലീഫ ഉമറിന്റെ കാലത്ത് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ ഷാമിലെ ഉന്നത പദവി നൽകി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അത് നിരസിച്ചു. ഈ തീരുമാനത്തിന്റെ കാരണമെന്താണെന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷാമിലേക്ക് പോകണമെങ്കിൽ ഞാൻ അവിടെയുള്ള ആളുകളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഖലീഫ സമ്മതിച്ചു. അങ്ങനെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. പിന്നീട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഡമസ്കസിലേക്ക് പോയി. അവിടെയുള്ള ആളുകൾ അധാർമിക ജീവിതം നയിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അവർ ധാരാളം മദ്യപിക്കുകയും ആഡംബരവും സുഖസൗകര്യങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് വളരെ വിഷമം തോന്നി. അതുകൊണ്ട് അദ്ദേഹം ജനക്കൂട്ടത്തെ പള്ളിയിലേക്ക് വിളിച്ച് എന്നിട്ട് അവരോട് സംസാരിച്ചു. അദ്ദേഹം പള്ളിയിൽ വെച്ച് ആത്മീയവും വൈകാരികവുമായ ഒരു പ്രഭാഷണം നടത്തി. അതിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിത രീതിയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനകളെക്കുറിച്ച് അദ്ദേഹം അവരെ പഠിപ്പിച്ചു. അവരുടെ ജീവിതത്തിന്റെ അടിത്തറയായ വിശുദ്ധ ഖുർആനിലൂടെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും അവരെ ഉപദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം അവരെ പഠിപ്പിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹയുടെ പ്രസംഗം കേട്ടപ്പോൾ ആളുകൾ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ആളുകളുടെ ഹൃദയത്തിൽ ശക്തമായ പശ്ചാത്താപമുണ്ടായി. അവരുടെ നിലവിളി ശബ്ദം പള്ളിക്ക് പുറത്തുവരെ എത്തിയിരുന്നു.
പള്ളിയിൽ വന്നവരിൽ എല്ലാവരും അന്നു മുതൽ അവരുടെ ജീവിത രീതി മാറ്റി. അന്നു മുതൽ അബൂദർദ റളിയല്ലാഹു അൻഹു സ്ഥിരമായി ദമസ്കസ് സമൂഹത്തിന്റെ സമ്മേളനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സന്ദർശിച്ചിരുന്നു. ആളുകൾ അദ്ദേഹത്തോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുകയും അതിനെല്ലാം ഉത്തരം നൽകുകയും തന്റെ ജ്ഞാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയുകയും ചെയ്തു. അദ്ദേഹം തെരുവിൽ അശ്രദ്ധരായി നടക്കുന്നവരെ പഠിപ്പിക്കാനും സമയം കണ്ടെത്തി. വിശുദ്ധ ഖുർആനെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ ലഭിക്കുന്ന ഒരു അവസരവും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. ഒരിക്കൽ ഒരു യുവാവ് അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് അവനെ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എങ്ങനെ പറഞ്ഞു: എന്റെ മകനെ, നീ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. ആവശ്യ സമയത്ത് അള്ളാഹു നിങ്ങളെ ഓർക്കും. അറിവിന്റെ പരിജ്ഞാനം അന്വേഷിക്കുക. നല്ല ശ്രോതാവ് ആവുക. അതിനെ അവഗണിക്കരുത്, അത് നിനക്ക് നാശം വരുത്തും. അബൂദർദ റളിയല്ലാഹു അൻഹു ദമസ്കസിൽ ഉണ്ടായിരുന്നപ്പോൾ ഗവർണർ ആയിരുന്ന മഅവി ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകളെ തന്റെ മകൻ യസീദ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അബൂദർദ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ അത് അംഗീകരിക്കുമെന്നാണ് ഗവർണർ കരുതിയത്. എന്നാൽ അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചില്ല. ഗവർണറുടെ സമ്പത്തോ അധികാരത്തെക്കുറിച്ചോ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. പകരം ദരിദ്രനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് തന്റെ മകളെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. ആ യുവാവിന്റെ സ്വഭാവത്തിലും അയാൾക്ക് ഇസ്ലാമിനോടുള്ള അടുപ്പത്തിലും അദ്ദേഹം വളരെയധികം സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ മകളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. മോനെ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ നിസ്കരിക്കുവാനുള്ള സമയമായി. ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ. നാളെ മറ്റൊരു കഥ പറയാം. തീർച്ചയായും അങ്കിൾ. മാസ്സലാമ യൂസുഫ് അങ്കിൾ. അൽഹംദുലില്ലാഹ്, നീ മിടുക്കനാണ്. നീ ഇപ്പോൾ പോയി വല്ലതും കഴിക്കേ. ഞാൻ പോകട്ടെ. മാസ്സലാമ. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ.